ഹായ് ഡിയേഴ്സ്, ഇന്ന് നമ്മൾ സിമ്പിളായിട്ടൊരു ഡിസൈനാണ് ചെയ്യുന്നത്. അതിന് ഞാനിവിടെ ഒരു വൂളൻ ത്രെഡും അതുപോലെ തന്നെ കുറച്ച് ബീഡ്സുമാണ് എടുത്തിരിക്കുന്നത്. ഇത് നമ്മൾ ആദ്യം ഫ്ലവർ ആക്കുകയാണ് ചെയ്യേണ്ടത്. അതിന് നമ്മളിത് കയ്യിലിങ്ങനെ ജസ്റ്റ് റൗണ്ടിൽ ചുറ്റിയെടുക്കുക. ഒരു 10 റൗണ്ട് അത്ര എടുത്താൽ മതിയേ. എന്നിട്ട് അതിനൊരു കെട്ടിട്ടിട്ട് ജസ്റ്റ് ഒരു ഫ്ലവർ പോലെ മുറിച്ചെടുക്കുകയാണ് ചെയ്യേണ്ടത്. ഇതുകൊണ്ട് ഇതുപോലെ കുറച്ചധികം ഫ്ലവേഴ്സ് ആക്കി എടുക്കണം. നമ്മൾ ഈ ഒരു ഡ്രസ്സിലാണ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. കുറച്ച് പഴയ ഡ്രസ്സാണ്. ഇത് നമ്മൾ നെക്കിന് ചുറ്റും അല്ല ചെയ്ത് കൊടുക്കുന്നത്, മറിച്ച് നമ്മൾ ഇതുകൊണ്ട് നെക്കിൻ്റെ അവിടെ നിന്ന് ഇങ്ങനെ ചെയ്ത് താഴോട്ട് വന്നിട്ട് നമ്മുടെ ആം ഹോളില്ലേ അതിനെക്കാട്ടിലും കുറച്ചും കൂടി താഴെ വരുന്ന രീതിയിലാണ് ഇത് ചെയ്ത് കൊടുക്കുന്നത്. അതിൽ നമ്മൾ നേരത്തെ ആക്കി വെച്ച ഫ്ലവേഴ്സ് ഇല്ലേ അതാണ് എടുക്കുന്നത്. ഇത് മൊത്തം നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ നമ്മളത് റൗണ്ടിൽ കട്ട് ചെയ്തെടുക്കൂലേ, അപ്പോൾ നമ്മൾ ഒരേ അളവിൽ വേണമെങ്കിൽ നമുക്ക് പേപ്പറിൽ റൗണ്ടിൽ വരച്ചിട്ട് വെച്ചിട്ട് നമുക്ക് ഒരേ അളവിൽ കട്ട് ചെയ്ത് കൊടുക്കാം. ഇത് കുറച്ച് അൽക്കുലത്ത് ലുക്കിൽ കിട്ടാൻ വേണ്ടിയിട്ട് ജസ്റ്റ് വലിയ ആകൃതിയൊന്നും ഇല്ലാണ്ട് ഞാൻ മുറിച്ചെടുക്കുന്നത്. ഇത് നമ്മൾ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ സ്റ്റിച്ച് ചെയ്യാൻ മടിയുള്ളവർക്ക് വേണമെങ്കിൽ നമുക്ക് ഗമ്മ് വെച്ചിട്ട് ഒട്ടിച്ച് കൊടുക്കുകയാണെങ്കിലും ചെയ്യാവേ. ഇത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഭയങ്കര പഴയതാണ്, ഭയങ്കരമല്ല ഒരു 5 വർഷത്തെ. അപ്പോൾ ഭയങ്കരമായിട്ട് യൂസ് ചെയ്തുകൊണ്ട് ഇതിങ്ങനെ ചെറുങ്ങനെ പിഞ്ചാനൊക്കെ തുടങ്ങിയിട്ടുണ്ട്. ഷോൾഡറിൻ്റെ അവിടുന്ന് ഈ ഇടയ്ക്കൂടെയൊക്കെ ചെറുങ്ങനെ പിഞ്ചാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ചെയ്ത് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങ് ചെയ്ത് കൊടുത്തതാണ്. ഭയങ്കര എളുപ്പമാണ്. വേണമെങ്കിൽ നമുക്ക് ഗമ്മ് വെച്ചിട്ട് ഒട്ടിച്ച് കൊടുത്താൽ മതി, സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണമെന്നൊന്നുമില്ല. പിന്നെ വാഷ് ചെയ്യുമ്പോൾ ജസ്റ്റ് ശ്രദ്ധിക്കണമെന്ന് മാത്രമേ ഉള്ളൂ. നമ്മൾ ഈ ഫ്ലവറിൻ്റെ ഒക്കെ നടുക്കൂടി ഓരോ ബീഡ്സ് വെച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. നമ്മൾ ആദ്യം സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് തന്നെ ഈ ബീഡ്സ് വെച്ച് കൊടുക്കുന്നതാണ് നല്ലത്. ഇല്ലെങ്കിൽ ഒരുപാട് കൂടി ഇരിക്കുമ്പോൾ നമുക്കൊന്നും മനസ്സിലാവില്ല. പിന്നെ അതുപോലെ തന്നെ ഞാൻ ഇത്രയും മാത്രമല്ല, അതിൻ്റെ അടിയിൽ കൂടി ഒരു ലെയറും കൂടി നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഫ്ലവറെ. പിന്നെ അതുപോലെ നമ്മൾ ഒരുപാട് കൂടി നിൽക്കുന്നിടത്ത് നിന്നൊക്കെ കട്ട് ചെയ്ത് കളയണം. പിന്നെ അതുപോലെ ഗ്യാപ്പ് ഉള്ളിടത്ത് നമ്മൾ ഫ്ലവർ വെച്ച് കൊടുക്കുകയും ചെയ്യണേ. അപ്പോൾ ഒരു രസം വെറൈറ്റി ആയിട്ട് ചെയ്യുക, അത്രയേ ഉള്ളൂ.